ചാത്തന്നൂരിൽ വീണ്ടും BJP തന്നെ രണ്ടാം സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. UDF മൂന്നാമതേക്ക് പോയിരിക്കുകയാണ്. ചാത്തന്നൂരിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥലത്ത് വീണ്ടും തുടർച്ചയായ മൂന്നാം തവണയും 2 വർഷം BJP തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും BJP ഒന്നുകൂടി പറഞ്ഞു പോകാൻ തോന്നുന്നു. പാലക്കാടും നിയമവും മാത്രമാണ് BJP ഇതുവരെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി അത് പറയാം. BJP കാര്യത്തിലും പോലെ ഒരു ടേറപ്പർ കൗതുകമുണ്ടല്ലോ. 2 സീറ്റിൽ മാത്രമേ BJP ലീഡ് ഇപ്പോൾ അത് പാലക്കാട് നിയമമാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 1820 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. 11ൽ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. നിയമത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത് 3928, അല്പം കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് 18ൽ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം പുതുപ്പള്ളിയിൽ 32,324 വോട്ടാണ് കേട്ടോ ചാണ്ടി ഉമ്മന്റെ ലീഡ്. 32,324 ലീഡ് ഇപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മനുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അത് കൗതുകമാണ്. ഉമാ തോമസ് 20,000-ലേക്ക് എത്തുന്നുണ്ട്. പുതുപ്പള്ളിയിലെ സ്പ്ലിറ്റിലേക്ക് ഒന്ന് പോട്ടെ. 32,324 എന്ന് പറയുമ്പോൾ 52,214 വോട്ട് ഇപ്പോൾ എണ്ണിയപ്പോൾ 15 റൗണ്ട് 9 റൗണ്ട് ഏറെക്കുറെ പകുതി പിന്നിട്ടു. 15 റൗണ്ട് എണ്ണിയപ്പോഴാണ് 52,000-ലേക്ക് ചാണ്ടി ഉമ്മൻ എത്തുന്നു. 19,890 വോട്ട് മാത്രമാണ് CPM സ്ഥാനാർത്ഥി. ആ ഡിഫറൻസ് നോക്കുക അഭിലാഷ്. ചാണ്ടി ഉമ്മൻ 52,214 വോട്ട്, LDF സ്ഥാനാർത്ഥി 19,890 വോട്ട്. അതായത് 15ൽ 9 റൗണ്ടേ ആയുള്ളൂ. അപ്പോൾ ഈ ഭൂരിപക്ഷം എവിടെ എത്തും? 50 ക്രോസ് ചെയ്യില്ലേ? 32,324 ഇപ്പോൾ ഇനി 6 റൗണ്ട് ബാക്കിയുണ്ട്. സംസാരിച്ചു. പക്ഷെ അപ്പോഴും ഒറ്റപ്പാലത്ത് എന്തായാലും ആ വിസ്മയം വർക്കായിട്ടില്ല. ഒറ്റപ്പാലത്ത് PK ശശി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. ഒറ്റപ്പാലത്ത് PK ശശി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയാണ്. സംസ്ഥാനത്തെ ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എവിടെയെന്ന വലിയ കൗതുകമാണ്. ചാണ്ടി ഉമ്മൻ അപ്രതീക്ഷിതം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചാണ്ടി ഉമ്മൻ വളരെ ക്ലവറായി നന്നായി ജനങ്ങൾക്കിടയിൽ നന്നായി കൈകാര്യം ചെയ്തു. വളരെ സൈലന്റ് ആയിരുന്നു. നേരത്തെ നമ്മൾ പലയിടത്തും കണ്ട ഒരു PR സ്വഭാവം ഒന്നും ആയിരുന്നില്ല. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ വളരെ ലളിതമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. ഇപ്പൊ തന്നെ 50,000 ആയിരിക്കും പുതുപ്പള്ളിയിൽ ഇക്കുറി ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെ ഒരു പ്രൊജക്ഷനിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഇപ്പോൾ തോന്നുന്നത്. അതിനടുത്ത് നിൽക്കുന്ന മറ്റു ചില ലീഡ് ഇപ്പോഴുണ്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 26,872 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 24,367 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. രാജൻ ജെ പല്ലൻ 16,503 10 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 16 റൗണ്ടിൽ 10 റൗണ്ട് കഴിഞ്ഞു. അത് വിജയം ഉറപ്പിച്ചു. വമ്പൻ വിജയത്തിലേക്ക് TJ വിനോദ് 15ൽ 11 റൗണ്ട് എണ്ണുമ്പോൾ 20,000 ക്രോസ് ചെയ്തു ഭൂരിപക്ഷം. എറണാകുളത്ത് 20,372 ഭൂരിപക്ഷം. തൃക്കാക്കരയിൽ 19,000 ക്രോസ് ചെയ്തു 20,000-ലേക്ക് എത്തുന്നു. മാത്യു കുഴൽനാടൻ 21,449 21,449 ഇടുക്കിയിൽ നോക്കൂ. മന്ത്രി റോഷി അഗസ്റ്റിൻ കളത്തിലേ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ കേട്ടോ. 12,407 വോട്ടിന്റെ ലീഡ്. 15ൽ 7 വോട്ടിലേക്ക് എത്തിയില്ല. 2ാം റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് പൈനാവിലേക്ക് ആഘോഷത്തിന് വണ്ടി പോയി. 12,407 എന്ന് പറഞ്ഞാൽ 25,000 വോട്ടിന് ജയിക്കും.